നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഇത് 8ാം ദിവസമാണ്. ഈ 8 ദിവസമായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നും ആരായിരിക്കും മന്ത്രിമാരും എന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകർ CPM-നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി UDF-നെ വോട്ട് ചെയ്തവരൊക്കെ നിരാശയിലാണ്. ഈ നിരാശ പ്രകടമാണ്. പിണറായിയുടെ നേതൃത്വത്തിൽ 10 വർഷം ഈ നാട് ഭരിച്ചു മുടിപ്പിച്ചതിന് ഒരു പരിഹാരമുണ്ടാവും എന്ന് കരുതിയവരൊക്കെ നിരാശരായിരിക്കുന്നു. പ്രത്യേകിച്ച് സ്കൂൾ അവധിക്കാലം തീരാൻ പോവുകയാണ്. ജൂൺ 1-ന് സ്കൂൾ തുറക്കും. അന്ന് പാഠപുസ്തകങ്ങൾ തയ്യാറാണോ എന്ന് പോലും ഉറപ്പില്ല. ഏതാണ്ട് 8 ദിവസമായി ഈ തീരുമാനം അനിശ്ചിതമായി നീണ്ടുപോകുന്നു. ഇതിൽ തീരുമാനമുണ്ടായതിന് ശേഷം വേണം മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവാൻ. അതുകൊണ്ട് തന്നെ ജനം നിരാശയിലാണ്. ശനിയാഴ്ചയായിരുന്നു മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്ന 3 നേതാക്കളോടും KPCC പ്രസിഡന്റിനോടും AICC നേതൃത്വം ചർച്ച നടത്തിയത്. ചർച്ചകൾ രാത്രി വരെ നീണ്ടു. ഒടുവിൽ നേതാക്കന്മാർ നാട്ടിലേക്ക് മടങ്ങി അവരുടെ പതിവ് രീതികളിൽ മുഴുകി. 3 നേതാക്കളും പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. 3 നേതാക്കളോടും ഈ 3 പേരുടെയും ക്യാമ്പിലും സംസാരിച്ചാൽ അവർ 3 പേർക്കും ആത്മവിശ്വാസത്തിനൊരു കുറവുമില്ല. 3 പേരും പറയുന്നത് മുഖ്യമന്ത്രി അവരാണെന്നാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സൂചനയും കൊടുക്കാതാണ് ഹൈക്കമാൻഡ് 3 പേരോടും സംസാരിച്ചത് എന്നാണ്. രാഹുൽ ഗാന്ധിയും ഖാർഗെയുമാണ് പ്രധാനമായും സംസാരിച്ചത്. ഇങ്ങോട്ടയച്ച 2 നിരീക്ഷകരും കേരളത്തിൻ്റെ പ്രതിനിധിയായ ദീപാദാസ് മുൻഷിയും ഈ ചർച്ചകളിലുണ്ടായിരുന്നു. 3 പേരെയും KPCC പ്രസിഡന്റിനെയും ഒരുമിച്ചും ഇവർ ചർച്ച നടത്തി. വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി തൻ്റെ അനിഷ്ടം പ്രകടമാക്കി. നിങ്ങൾ വലിയ യുദ്ധം കഴിഞ്ഞ് വന്നവരാണ്, നല്ല കാര്യം, നിങ്ങൾ റിലാക്സ് ചെയ്യൂ, കൂളാവൂ, ബലം പിടിക്കുന്നത് നിർത്തൂ എന്ന് പറഞ്ഞ് എല്ലാ സമ്മർദ്ദവും ഒഴിവാക്കിയായിരുന്നു ചർച്ച തുടങ്ങിയതുപോലും. രാഹുൽ ഗാന്ധി 3 പേരോടും KPCC പ്രസിഡന്റിനോടും ഒരുമിച്ചൊരു കാര്യം പറഞ്ഞു. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാഴ്ത്താം എന്ന് കരുതിയാൽ അത് നടക്കില്ല. ഫ്ലെക്സ് സ്ഥാപിച്ചവരും പ്രകടനം നടത്തിയവരുമൊക്കെ പാർട്ടിയെ സ്നേഹിക്കാത്തവരാണ്. നിങ്ങൾ അറിഞ്ഞില്ല എന്നാണ് മറുപടി പറയുന്നതെന്ന് എനിക്കറിയാം. അറിഞ്ഞില്ലെങ്കിൽ അത്തരം സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ അത് തടയണമായിരുന്നു. ഇങ്ങനെ പ്രകടനം നടത്തിയും ഫ്ലെക്സ് വെച്ചും പിന്തുണ ഉറപ്പിച്ച് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാഴ്ത്താം എന്ന് കരുതിയാൽ അത് നടക്കില്ല. അങ്ങനെ ചെയ്താൽ അതൊരു കീഴ്വഴക്കമായി മാറും. ആ കീഴ്വഴക്കം മുമ്പോട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഭരണരീതിയെ ബാധിക്കും. അതുകൊണ്ട് അത്തരം സമ്മർദ്ദങ്ങൾ കയ്യിൽ വെച്ചാൽ മതി എന്ന് രാഹുൽ ഗാന്ധി കട്ടയ്ക്ക് പറഞ്ഞു. ഇത് പറഞ്ഞത് 3 പേരോടുമാണ്. ഒരാളോടും എടുത്തു പറഞ്ഞില്ലെങ്കിലും കൃത്യമായി ഉന്നം വെച്ചത് VD സതീശനെയാണ് എന്നെല്ലാവർക്കും വ്യക്തമായി. സതീശന് വേണ്ടിയായിരുന്നു വലിയ തോതിൽ ജനപിന്തുണ ഉണ്ടായതും പ്രകടനമുണ്ടായതും ഫ്ലെക്സുകൾ വന്നതും. പിന്നീട് ബദലായി KCക്ക് വേണ്ടിയും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. എന്നാൽ KCക്ക് വേണ്ടി പ്രകടനമുണ്ടായില്ല. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചത്. അങ്ങനെയാണ് 3 പേരും ഒരുമിച്ച് എല്ലാ ഫ്ലെക്സ് ബോർഡുകളും പിൻവലിക്കാനും എല്ലാ പ്രകടനങ്ങളും നിരോധിക്കാനും ഉത്തരവിട്ടത്. ശനിയാഴ്ച രാത്രി തന്നെ ഫ്ലെക്സ് ബോർഡുകൾ എല്ലാം തന്നെ നീക്കം ചെയ്തു. പിന്നീട് ചില കുത്തിത്തിരിപ്പുകാർ അവിടെയും ഇവിടെയും ഒക്കെ ഫ്ലെക്സ് വയ്ക്കുന്നുണ്ട്. ശശി തരൂറിന് വേണ്ടി തിരുവനന്തപുരത്തിൽ പുതിയ ഫ്ലെക്സ് വന്നിട്ടുണ്ട്. KC വേണുഗോപാലിന് വേണ്ടി തൃശ്ശൂർ വാടനാപ്പള്ളിയിൽ ഒരു ഫ്ലെക്സ് വരികയും അത് സ്ഥാപിച്ചതൊരു CPM ലോക്കൽ കമ്മിറ്റി അംഗമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തു. ഇത്തരത്തിൽ ചില കുത്തിത്തിരിപ്പുകൾ നടക്കുന്നുണ്ട് എന്നല്ലാതെ 3 ക്യാമ്പും നിശബ്ദമായി. പ്രകടനങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി. ഇന്നലെ ഒരിടത്തും പ്രകടനമുണ്ടായില്ല. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് മിക്കയിടങ്ങളിലും സതീശന് അനുകൂലമായ പ്രകടനങ്ങൾ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷം അവയെല്ലാം റദ്ദു ചെയ്തു. പൂർണ്ണമായും നിശബ്ദതയുടെ ദിവസമായിരുന്നു ഇന്നലെ. ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇതേക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയില്ല. രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ തമിഴ്നാട് ഭരണം ആസ്വദിക്കാൻ വേണ്ടി സത്യപ്രതിജ്ഞയ്ക്കായി ചെന്നൈയിലേക്ക് പോയിരുന്നു. കർണാടകയിലെ മന്ത്രി മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കായി AICC പ്രസിഡന്റ് ഖാർഗെ കർണാടകയ്ക്കും പോയി. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല. ഇന്നലെ പൂർണ്ണമായും നിശബ്ദ ദിവസമായിരുന്നു. ഇന്ന് വീണ്ടും ചർച്ചകൾ പുനരാരംഭിച്ചേക്കും. ഇനി എന്തു തരം ചർച്ച എന്നതാണ് പ്രസക്തമാവുന്നത്. 3 നേതാക്കളെയും നിരാശപ്പെടുത്തില്ല. 3 നേതാക്കൾക്കും അർഹമായ പരിഗണന നൽകുമെന്ന് രാഹുൽ ഗാന്ധി 3 പേർക്കും വാക്കുകൊടുത്തതുകൊണ്ടാണ് 3 പേരും മുഖ്യമന്ത്രിയാവും എന്ന് കരുതുന്നത്. 3 സാഹചര്യങ്ങളാണ് അവർ പരിഗണിക്കുന്നത്. പല ഫോർമുലകളാണ് അവരുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. ഈ ഫോർമുലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നത് തന്നെയാണ്. വേണുഗോപാലിനാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ സാധ്യത. ഇന്നലെ ഞാൻ പറഞ്ഞ 90% സാധ്യതയും വേണുവിന് തന്നെയാണ്. വേണുവിനെ AICC സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റുക എന്നത് നേരത്തെ തന്നെയുള്ള തീരുമാനമാണ്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായതുകൊണ്ടും അത്രയും വിശ്വസ്തനായ ഒരാളെ കണ്ടെത്താൻ പ്രയാസമുള്ളതുകൊണ്ടും മാത്രമായിരുന്നു ആ പദവിയിൽ തുടർന്നത്. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക്
ദേശീയ തലത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ടാക്കണമെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്നും ഒരു നേതാവിനെ സംഘടനാ ചുമതല ഏൽപ്പിക്കണം എന്ന മുറവിളി കഴിഞ്ഞ കുറേ കാലമായി ഉണ്ട്. എന്നാൽ വേണുവിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവി കിട്ടാതെ ഒഴിവാക്കാൻ രാഹുലിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വേണു പോവട്ടെ എന്ന ചിന്തയാണ് രാഹുലിനുള്ളത്. രാഹുലിന് മാത്രമല്ല, AICCയിലെ എല്ലാ നേതാക്കളും ഏകകണ്ഠമായി കേരളത്തിലേക്ക് അയക്കണം, പുതിയ സംഘടനാ സെക്രട്ടറി കൊണ്ടുവരണം എന്ന നിലപാടുള്ളവരാണ്. അതാണ് വേണുവിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ആകപ്പാടെ വേണു നേരിടുന്ന ഒരു വെല്ലുവിളി, വേണു മുഖ്യമന്ത്രിയാവുന്നതോടെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കും. കേരള നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വേണുവിന് മത്സരിച്ച് ജയിക്കാൻ കഴിയും. ഇരിക്കൂറിലായിരിക്കും മത്സരിക്കുന്നത്. ഇരിക്കൂറിൽ വേണു ജയിക്കും. ആരൊക്കെ എത്ര എതിർപ്പുണ്ടായാലും വേണു ജയിക്കും. എന്നാൽ ആലപ്പുഴ പാർലമെന്റിൽ നിന്ന് വേണു മാറുമ്പോൾ അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയില്ല. അത് വലിയ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച MLA ആയ AD തോമസിനെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി അവിടെ വേണ്ടിവരും. അങ്ങനെ 3 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുക്കേണ്ടതുണ്ടോ? അങ്ങനെ ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശോഭാ സുരേന്ദ്രനോ സന്ദീപ് വാചസ്പതിയോ BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നാൽ BJPക്ക് ഉണ്ടായിരിക്കുന്ന ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മോദിയെ പിന്തുണയ്ക്കുന്ന വികാരമുള്ള ആളുകളുടെ ഒരു ഐക്യം രൂപപ്പെടുകയും CPMന്റെ സഹായവും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധവും ഉണ്ടായാൽ BJP ജയിച്ചേക്കുമെന്ന ആശങ്കയുണ്ട്. ഈ ആശങ്ക രാഹുൽ ഗാന്ധിയെ അലട്ടുന്നുണ്ട്. അതാണ് വേണുവിൻ്റെ സാധ്യതയെ ബാധിക്കുന്ന ഏക വിഷയം. അതിന് കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണു വിട്ടുനിന്നതാണ് ആലപ്പുഴയിൽ. പക്ഷേ ആലപ്പുഴ അവർക്ക് നഷ്ടപ്പെട്ടു. ആലപ്പുഴ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും UDF ജയിച്ചു. മാത്രമല്ല ആലപ്പുഴയിൽ 2019 തന്നെ BJP മുന്നേറ്റം നടത്തിയിരുന്നു. 2024 ശോഭാ സുരേന്ദ്രൻ വന്നതോടെ BJP വലിയ മുന്നേറ്റം നടത്തി. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ BJP ജയിച്ചേക്കുമെന്ന ആശങ്കയാണ് വേണുവിനെതിരെയുള്ള ഏക വിഷയമായി മാറുന്നത്. കഴിഞ്ഞ തവണ വേണു മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ BJP വിജയിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കം സകലരും ഏക മനസ്സോടുകൂടി രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ് വേണുവിന് മത്സരിക്കേണ്ടി വന്നത്. 2024 അത്തരമൊരു സാഹചര്യമുണ്ടെങ്കിൽ 2026 ആ സാഹചര്യം ആവർത്തിക്കില്ലേ എന്ന ചോദ്യത്തിന് മുൻപിൽ വേണുവിന് സാധ്യതയ്ക്ക് അല്പം മങ്ങലേൽക്കുന്നു. അതുകൊണ്ടാണ് 10% സാധ്യത കുറവെന്ന് പറഞ്ഞത്. 3 ഫോർമുലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല, അഥവാ വേണുവിനെ തന്നെ മുഖ്യമന്ത്രിയാക്കിയാൽ VD സതീശനെ ഉപമുഖ്യമന്ത്രി പദവി കൊടുത്ത് ധനകാര്യ വകുപ്പ് ഏൽപ്പിക്കുക എന്നതും രമേശ് ചെന്നിത്തലയെ വേണു കൈകാര്യം ചെയ്തിരുന്ന സംഘടന ജനറൽ സെക്രട്ടറി സ്ഥാനം ഏൽപ്പിക്കുക എന്നതുമാണ്. അതിനെ രമേശ് ചെന്നിത്തല വഴങ്ങിയേക്കും. ഏറ്റവും സുപ്രധാനമായ പദവിയാണ് സംഘടന ജനറൽ സെക്രട്ടറിയുടെ പദവി. ആ പദവിയിലിരുന്നാൽ AICCയെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഈ ഫോർമുലയാണ് ഏറ്റവും തൃപ്തികരമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വേണു മുഖ്യമന്ത്രിയാവുക, VD സതീശൻ ഉപമുഖ്യമന്ത്രിയാവുക, രമേശ് ചെന്നിത്തല സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. ഇതായിരിക്കും ഏറ്റവും മുൻപന്തിയിലുള്ള ഫോർമുല. രണ്ടാമത്തെ ഫോർമുല, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കുക, VD സതീശൻ ഉപമുഖ്യമന്ത്രി പദവിയിൽ തുടരുക, വേണു ഇപ്പോഴുള്ള അവസ്ഥയിൽ തുടരുക എന്നതാണ്. മൂന്നാമത്തേത്, സതീശൻ മുഖ്യമന്ത്രിയാവുന്ന അവസ്ഥയാണ്. വലിയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സതീശൻ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നാൽ നിർണായകമാവുന്ന ലീഗിൻ്റെ നിലപാടാണ്. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ രമേശിന് മന്ത്രിസഭയിൽ പ്രവേശനത്തിന് സാധ്യതയില്ല. സതീശന് കീഴിൽ രമേശോ KC വേണുഗോപാലോ ഉണ്ടാവില്ല. തന്നേക്കാൾ ജൂനിയറായ VD സതീശന് കീഴിൽ മന്ത്രിപദവി ഏറ്റെടുക്കില്ല എന്ന് രമേശ് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ അച്ചടക്കമുള്ള ആളാണ്. പക്ഷേ ഇക്കാര്യത്തിൽ താൻ വിട്ടുവീഴ്ചയില്ല. തനിക്ക് MLA തുടരാണ് താല്പര്യം രമേശ് അറിയിച്ചിട്ടുണ്ട്. KC അങ്ങനെയെങ്കിൽ സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. ഈ 3 സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുഷ്കരമായിരിക്കുന്നത് സതീശൻ മുഖ്യമന്ത്രിയാവുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് സതീശൻ മുഖ്യമന്ത്രിയാവുന്ന സാധ്യത വെറും 1% കുറയുന്നത്. 9% രമേശിന് അനുകൂലമാണ്, 90% KC വേണുഗോപാലിന് അനുകൂലമാണ്. KC വേണുഗോപാലിനെതിരെയുള്ള ഏക വിഷയം ആലപ്പുഴയിലെ BJPയുടെ വിജയ സാധ്യത മാത്രമാണ്. മറ്റെല്ലാ ഘടകങ്ങളും KC വേണുഗോപാലിന് അനുകൂലമാണ്. ഇതിനിടെ വ്യാജ പ്രചരണങ്ങൾ ശക്തമാണ്. VD സതീശനാണ് 37 പേരുടെ പിന്തുണ എന്ന തരത്തിൽ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ചിലർ പ്ലാന്റ് ചെയ്ത വാർത്തയാണ് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. കൃത്യമായി തന്നെ 47 MLAമാരുടെ പിന്തുണ KC വേണുഗോപാലിനുണ്ട്. 6 പേരുടെ പിന്തുണ മാത്രമായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക്. VD സതീശനെ 5 പേർ മാത്രമാണ് പിന്തുണച്ചത്. 2 പേർ ഭാഗികമായി പിന്തുണയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ കണക്ക് കൃത്യമായി AICCയുടെ കയ്യിലുണ്ട്. ആ കണക്ക് അറിയാവുന്നവർക്ക് എണ്ണി പറയാനും പറ്റും. അതുപോലെ മറ്റൊരുപാട് വ്യാജ പ്രചരണങ്ങൾ. മുസ്ലിം ലീഗ് സ്വന്തം കാര്യം നോക്കിയാൽ മതി, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത് എന്ന് KC വേണുഗോപാൽ പറഞ്ഞതായി ചില വ്യാജ പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ വ്യാജ പ്രചരണങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് 9% സാധ്യതയുണ്ട് എന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയും ചെന്നിത്തല മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ഘടകം കൂടി ബാക്കിയുണ്ട്. അന്തിമ തീരുമാനത്തിന് മുൻപ് 2 പേരോടായിരിക്കും ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൺസൾട്ട് ചെയ്യുന്നത്.
രാഹുലും ഖാർഗെയും KC എന്ന നിലപാടിൽ തന്നെ നിൽക്കുമ്പോഴും ഇപ്പോൾ ഒരു അനിശ്ചിതത്വം ഉള്ളതുകൊണ്ട് AK ആന്റണിയോടും സോണിയാഗാന്ധിയോടും കൂടി ചർച്ച ചെയ്തിട്ടേ അന്തിമ തീരുമാനമുണ്ടാവും. ഈ രണ്ടുപേരും പൊതുവെ രാഹുലിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെങ്കിലും ഇത്രയും ഒരു സംഘർഷാവസ്ഥ ഉള്ളതുകൊണ്ട് അവർ അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞേക്കാം. ഈ രണ്ടു പേർക്കും കൂടുതൽ താല്പര്യം രമേശ് ചെന്നിത്തലയോടെയാണ്. AK ആന്റണി പറയുന്നത് സ്വാഭാവികമായും രമേശിന് കിട്ടേണ്ടതാണ്. VD സതീശന് ഇനിയും അവസരമുണ്ട്. KC അവിടെ തുടരട്ടെ, അതാണ് നല്ലത് എന്നാണ്. സോണിയാഗാന്ധിക്കും രമേശ് ചെന്നിത്തലയെ അവഗണിക്കുന്നതിനോട് താല്പര്യമില്ല. സോണിയാഗാന്ധിക്കും AK ആന്റണിക്കും രമേശ് ചെന്നിത്തലയോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഒരു ആശയവിനിമയത്തിന് ഇവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ചെന്നിത്തലയെ അവർ പറഞ്ഞെന്ന് വരാം. ഈ അവസാന സാധ്യതയിലും VD സതീശന് ഇല്ല എന്നോർക്കണം. VD സതീശന് വിനയായത് ജനപിന്തുണയും ലീഗിൻ്റെ പിന്തുണയുമാണ്. കോൺഗ്രസ് പ്രവർത്തകരും ലീഗും പരസ്യമായി പ്രകടനങ്ങൾ നടത്തിയതും സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിച്ചതും AICCയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ജൂനിയറായ സതീശൻ AICC സമ്മർദ്ദത്തിലാഴ്ത്തി ആ പദവിയിലേക്ക് പോയാൽ പിന്നീട് എന്തൊക്കെ ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക രൂപപ്പെട്ടതുകൊണ്ട് തന്നെ ഈ പ്രകടനങ്ങളുടെയും ലീഗിൻ്റെ അമിതമായ പിടിവാശിയുടെയും ഭാഗമായി VD സതീശൻ്റെ വാതിൽ പൂർണ്ണമായും അടഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ.